ഹലോ കൂട്ടുകാരെ, ഏതസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്നൊരു സ്റ്റൂ ഉണ്ടാക്കാം. സ്റ്റൂ എന്ന് പറയുമ്പോൾ ചിക്കന് ഒന്നുമല്ല, ഇതുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ഇവിടെ ചീമച്ചക്ക എന്ന് പറയും. ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി ഐറ്റംസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ടൊരു സ്റ്റൂ ഉണ്ടല്ലോ, സൂപ്പറാണ്. അപ്പം ഞാൻ വെച്ചൊന്ന് നമുക്കൊരു സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ആയി. ഞാൻ സ്റ്റൗ കത്തിച്ച് തവ വെച്ചിട്ടുണ്ട്. തവ ചൂടായി ഞാൻ എണ്ണ ഒഴിക്കുവാണ്. നമുക്കെല്ലാം വഴറ്റി എടുക്കണമല്ലോ. എണ്ണ ശകലം കൂടുതൽ ഒഴിക്കുന്നത് എല്ലാം വഴണ്ട് വന്നതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. അതിന് കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി എണ്ണ ഇന്നലെ ഏതൊരു കറിക്കകത്ത് എണ്ണ കൂടി നമ്മളുണ്ട്, ഇത്തിരി എണ്ണയാണല്ലോ എന്നൊരു കംപ്ലൈൻറ്റ് വന്നു. അത് കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഞാൻ ചീമച്ചക്ക ഇങ്ങനെയാണ് അരിഞ്ഞ് വയ്ക്കുന്നത്, ചെറുതായിട്ട്. ഇത് ഞാൻ ശകലം മഞ്ഞൾപ്പൊടി വരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അതുകൊണ്ട് ഞാനിതിങ്ങനെ കോരിയെടുക്കുവാണ്. 2 മിനിറ്റ് കൂടുതലൊന്നും വേണ്ടത്. കാരണം ഇത് നല്ല വിളഞ്ഞ ചീമച്ചക്കയാണ്. പൊട്ടുണ്ട്. പൊട്ട് നമുക്കൊന്നിനും, അത് നമ്മൾ എന്തെടുത്താലും അത് സ്പോഞ്ച് പോലെയായിരിക്കും, വേവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്. മോൾ ഇന്നലെ കൊണ്ട് തന്ന ഒരെണ്ണം. ആ എണ്ണയിലേക്ക് തന്നെയാണ് കടുക് ഇടുന്നത്. അത് കളയുന്നില്ല. പിന്നെ പച്ചമുളക്, കടുക് പൊട്ടിട്ടുണ്ട്. ഇതിനകത്ത് പച്ചമുളക്, ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി പേസ്റ്റ് ഉണ്ട്, പിന്നെ 2 സവാള കുറച്ചായിട്ട് അരിഞ്ഞത്. ലേശം ഉപ്പിനകത്തോട്ട് ഇടുവാണ്. ഇപ്പോൾ വണ്ടി കിട്ടുമല്ലോ. ഞാൻ മഞ്ഞൾപ്പൊടി മുമ്പേ അതിനകത്ത് ഇട്ടത് കൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് ഇടുന്നില്ല. മഞ്ഞൾപ്പൊടി പറ്റിയാണ് ഞാൻ ചീമച്ചക്ക വഴിക്കാതെ. അപ്പോൾ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടില്ല. എൻ്റെ ഒരു തക്കാളിക്കാണ്, അത് കുഞ്ഞായിട്ടായിരുന്നു, അത് ഇടുവാണ്. എല്ലാം കൂടെ കിടന്ന് നല്ലതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നല്ല അതിനുള്ളിൽ കുറച്ച് നമ്മുടെ ഉള്ളിയും തക്കാളിക്കൊക്കെ ഒന്ന് നല്ല വഴണ്ടിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഒരു കിഴങ്ങ് എടുത്തതാണ്. അതുകൊണ്ട് ഇതിനകത്തുണ്ട് കുറച്ച് മതി. നമ്മുടെ കിഴങ്ങെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വഴറ്റിയെടുത്ത ചീമച്ചക്ക ഇതിനകത്തോട്ടിട്ടു. ഇത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കാണ്. ആ സമയം കൊണ്ട് ഞാൻ ഇതാണ്ട്, ഇത് പറങ്ങണ്ടിയാണ്. നമ്മുടെ നട്ട്സ് ഉണ്ടല്ലോ, ഈ നട്ട്സും, പിന്നെ ഇതെന്ന് പറയുന്നത് കപ്പലണ്ടി, അതായത് ഗുജറാത്തി കപ്പലണ്ടി എന്ന് പറയും. ഇത് നല്ലതാണ്. നമ്മുടെ നട്ട്സിന് ഭയങ്കര വില. അപ്പം നട്ട്സും ഇതും അല്പം തേങ്ങ കൂടെ അരച്ചുകൊണ്ട് വരാം. ഇത് നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ വെജിറ്റബിൾ കറി ആയാലും എല്ലാത്തിനും ഞാൻ നട്ട്സിൻ്റെ കൂടെ ഇതുകൂടെ അരച്ചാണ് ഞാൻ എടുക്കുന്നത്. ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ അരച്ചുകൊണ്ട് അപ്പോഴത്തേക്ക് സാധനം വേവട്ടെ. നമ്മുടെ സ്റ്റൂവിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. നല്ലതായിട്ട് കലങ്ങിയിട്ടുണ്ട്. ഉള്ളിയൊക്കെ കലങ്ങി എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനി ചേരുവർക്ക് ഒരു ലേശം മല്ലിപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി അങ്ങനെ ഒത്തിരി ചേർക്കാറില്ല, ഇച്ചിരിയേ ചേർക്കാറുള്ളൂ. പിന്നെ ഇത് പെരുംജീരകപ്പൊടിയാണ്. പെരുംജീരകം മാത്രം പൊടിച്ച പൊടിയാണ്. കുരുമുളക് പൊടി, ഞാൻ പറഞ്ഞല്ലോ തേങ്ങയും നട്ട്സും എല്ലാം അരച്ചതാണ്. ലേശം തേങ്ങ എടുത്തുള്ളൂ. പിന്നെ ഇച്ചിരി നട്ട്സ് ഞാൻ കാണിച്ച അത്രയും സാധനം അരച്ചതാണ്. അത് ഞാൻ തൊട്ടെടുത്താണ്. ഇത് തേങ്ങാപ്പാൽ. ഞങ്ങൾ കായപ്പൊടി ഇടും, ചിലരിടത്തിലായിരിക്കും, പക്ഷേ ഞാൻ ശകലം കായപ്പൊടി ഇതിനകത്തിടുന്നുണ്ട്. ഒന്നുകൂടെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റൂ
റെഡിയായി. നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം നട്ട്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് ഒത്തിരി ചാറ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചെടുത്തിട്ടുണ്ട്, എരിവുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഉപേക്ഷ വിചാരിക്കരുത്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. നല്ലൊരു കറിയാണ് കേട്ടോ. അല്ലേ, ചീമച്ചൊക്കെ എല്ലാം പോയി, കിഴങ്ങ് എല്ലാം റെഡിയായില്ലേ, നല്ലൊരു കറിയല്ലേ. ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ടാൽ മതി. ഞാൻ സ്റ്റവ് ഓഫ് ആക്കുവാണേ.